ജസ്റ്റ് മറിച്ചിട്ടാ മതി. അടിപൊളി. ഓ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോബിനാണ്. ഷോബിൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നാണ്ട് ആശ, ഹൗ ആർ യു? ഗുഡ്. കുട്ടികൾ 3 പേര്. അപ്പോൾ ഇവര് ഇന്നത്തെ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്ന ഈ വാഹനമാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. ഈ കാണുന്ന ട്രെയിലറിലാണ് ഇവര് പുറത്തിൽ നിന്ന് ഈ ട്രെയിലറും വലിച്ചുകൊണ്ട് ഇവരിവിടെ നമ്മുടെ മെൽബൺ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശോഭനോട് ചോദിക്കാം. ശോഭന, എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് പോകുന്നുണ്ട്? ഞങ്ങൾ ലാസ്റ്റ് സൺഡേ 3 o'clock സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ. ഞങ്ങൾ വെനസ്ഡേ ആയപ്പം മെൽബൺ എത്തി. മെൽബണിൽ നിന്ന് ഇപ്പം സിഡ്നിയിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഡ്നി ആണല്ലേ? അപ്പം ഈ ഒരു ട്രെയിലർ ഇതെന്താ സംഭവം? ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഇത് ക്യാമ്പർ ട്രെയിലർ ആണ്. നമുക്ക് 5 പേർക്ക് ഇതിൻ്റെ അകത്ത് സ്ലീപ്പ് ചെയ്യാം. ഇതിനകത്തോ? പിന്നെ അതെങ്ങനെയാ ഇതിന്റെ പരിപാടി? ഇത് ഓപ്പൺ ചെയ്യണം. ഇത് മൊത്തം ഓപ്പൺ ചെയ്ത് ഈ ഭാഗം ഈ കൊളുത്തെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ മറിച്ചിടുമ്പോൾ നമുക്ക് 5 ബെഡ് സ്ലീപ്പ് ഉണ്ട്. 5 ബെഡ് 5 പേർക്ക് കിടക്കാം സൂപ്പറായിട്ട്. ഈ ഒരു ചെറിയ സംഭവത്തിൽ അടിപൊളി. പിന്നെ ഇത് ഡൈനിങ് ഏരിയ ഉണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സോളാർ ചാർജിങ് സിസ്റ്റം ഉണ്ട്. അതല്ലാതെ നമുക്ക് വെളിയിലേക്ക് 15 ഔട്ട് എടുക്കാം, ചാർജ് ചെയ്യാം. പിന്നെ ഇത് ഓട്ടത്തിലും ചാർജ് ആവും. ബാറ്ററി 2 ബാറ്ററി ഉണ്ടോ? ഒരു ബാറ്ററി ഉള്ളൂ. ഓക്കെ. അത് ഫുൾ ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ. ഓക്കെ. സോളാർ വെച്ച് 120 ലിറ്റർ വാട്ടർ ഉണ്ട് ഇതിന്. ശരി. ഓക്കെ. സൈഡിൽ കിച്ചൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, കിച്ചൺ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, ഫ്രീസറും ഉണ്ട്. അടിപൊളി. എന്നാൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു. എങ്ങനെയുണ്ട്? ആശയായിരുന്നല്ലോ കൂടുതലും ഇത് ഡ്രൈവ് ചെയ്തിരുന്നത്. എങ്ങനെയുണ്ട്? ഇത് വലിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? റിവേഴ്സ് എടുക്കാൻ ഇച്ചിരി പാടാ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇച്ചിരി പാടാ അല്ലേ? ഓക്കെ. അത് ശരി. അപ്പം ശോഭന ഇതൊന്ന് തുറന്ന് കാണിച്ചു. ഓപ്പൺ ചെയ്യാം. 3 ക്ലിപ്പ് ഒരു സൈഡിലല്ലേ? അതെന്തുവാ? അത് ലോക്കുണ്ടോ? ഇത് ശരിക്കും ഇതിന് ഇല്ലാത്തതാണ്. ഞാനിതൊരു ഈസി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തതാണ്, എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ്. അത് ശരി. ഇതിങ്ങനെ വെക്കുന്നു. ഇത് ഇതായി, ഓപ്പൺ ആയി. ഓക്കെ. ഇത് ജസ്റ്റ് മറിച്ചിട്ടാ മതി. അടിപൊളി. ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ഇത്രേ ഉള്ളൂ. ഇത് സ്റ്റെപ്പാണ് അകത്ത് കയറാനുള്ള സ്റ്റെപ്പ് വെക്കുന്നു. ഇതാണ് സ്റ്റെപ്പ്. അടിപൊളി. അത് ശരി. ഇതിന്റെ ഈ സൈഡിൽ ഒരു ലിവർ ഉണ്ട്. നമ്മൾ ശരിക്കും ടെന്റ് സെറ്റ് ചെയ്യുന്ന പോലെ. പക്ഷെ വെരി ഈസിയാണ്, വളരെ ഈസിയാണ്. ശോഭന, അപ്പം സംഗതി എല്ലാം സെറ്റ് ആയല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇവിടുത്തെ കിച്ചണും അതുപോലെയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. വളരെ ഈസിയാണ്. ഇതിനകത്താണോ കിച്ചൺ? അതെ, ഇതിൻ്റെ അകത്താണ് കിച്ചൺ. 4 ബർണറിന്റെ ഗ്യാസ് ആണ്. ഓക്കെ. പിന്നെ സിങ്ക് എല്ലാം ഉണ്ട്. ഇങ്ങനെ പൊക്കി വെച്ചാൽ അടിപൊളി. ഗ്യാസ് ഇതായി. ശരി. അതിൻ്റെ അടുപ്പായി. ഓക്കെ. ഇങ്ങനെയാണ്. ഇപ്പോൾ കാറ്റൊന്നും അടിക്കാതെ കുക്ക് ചെയ്യാം. ഓക്കെ. ഇത് വാഷിംഗ്. ഇതാണ് വാഷിംഗ്. ശരി. നമുക്ക് ഇത് കട്ട്ലറീസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് നോക്കാൻ. ഇതാണ് അതിൻ്റെ ടാപ്പ്. അപ്പൊ ഗൈസ്, ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. 4 ബർണർ, അതുപോലെ തന്നെ ഒരു സിങ്ക് ഉണ്ട്, അതുപോലെ പാത്രങ്ങൾ ഉണക്കാനൊക്കെ വെക്കാനായിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ ഒരു ടാപ്പ്. ഇവിടെ ടാപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ വാട്ടർ ടാങ്ക് ഒക്കെ എവിടെയാ ഷോവിന്? വാട്ടർ ടാങ്ക് ഇതിന്റെ അടിയിലാണ്. ഇതിന്റെ അടിയിലാണ്. ശരി. അത് എത്ര ലിറ്റർ കയറും അതിനകത്ത്? 120 ലിറ്റർ കയറും. അപ്പൊ അത്യാവശ്യം നല്ല കൂള് കൊള്ളുമല്ലോ. അതിനകത്ത് നല്ല കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്ക് ആണ് ഗൈസ്. അപ്പം പിന്നെ എന്നാ? ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസർ സെക്ഷൻ. ഓക്കെ. ഇത് ഓപ്പൺ ചെയ്യണം. അടിപൊളി. ഇത് ഒരു സൈഡ് ഫ്രിഡ്ജും ഒരു സൈഡ് ഫ്രിഡ്ജ്. ഈ സൈഡ്. അതെല്ലാം ഇതിനടി കയറിക്കോളൂ അല്ലേ? എല്ലാം ഇതിന്റെ അകത്ത് കയറും. അപ്പൊ ഒരു കുടുംബത്തിന് കഴിയാനുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം സെറ്റപ്പ് ഈസിയാണ്. ഇതിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓടിച്ചോണ്ട് വരാനും. അപ്പൊ ഞാൻ പറയട്ടെ, മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യും?
കുക്ക് ചെയ്യാനോ? കുക്ക് ചെയ്യാനോ ഇതൊക്കെ എക്സ്ട്രാ റൂംസ് ഇങ്ങോട്ട് പിടിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഓ അത് ശരി. കവേർഡ് ചെയ്യാം, കവർ ചെയ്യാം, ഫുൾ കവേർഡ്, ഓണിങ് പോലെ അണ്ടർ വരെയും കവേർഡ് ആണ്. ഓണിങ് ഓണിങ് ഓക്കെ കവേർഡ് ആണ്. ഓ അത് ശരി. നമ്മളൊരു 4 ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ. ഈ വണ്ടി ഈ ട്രെയിലർ ഫുൾ അവിടെ സ്റ്റാൻഡിങ് ഉണ്ട്, ജാക്കി ഉണ്ട്. ജാക്കി വെച്ചിട്ട് നമ്മൾ വണ്ടി മാത്രം ട്രാവൽ ചെയ്യുന്നു. എന്നിട്ട് കിടക്കാൻ നേരം മാത്രം, അതായത് ഇതെന്ന് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് 4 ജാക്കിയിൽ വണ്ടി നിൽക്കും. എന്നിട്ട് നമ്മൾ അത് പോകും. ഇത് അവിടെ ഇരുന്നോളും. നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് എവിടെയും പോകാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ നൈറ്റിൽ സ്റ്റേ ചെയ്യാം. അപ്പൊ ഇതിന്റെ അടിയിൽ ഇതുപോലെ ഒരു ജാക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെവൽ ചെയ്ത് ഇടാനും അതുപോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനും ഒക്കെ ഇതുപോലെയുള്ള ഈ ഒരു സ്റ്റാൻഡ് ഉപകാരപ്പെടും. അപ്പൊ ഇതുപോലെ 4 എണ്ണം ഉണ്ട് ആക്ച്വലി ഇതിന്റെ 4 സൈഡിലായിട്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒക്കെ ഒന്ന് കയറി നോക്കി വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് അല്ലേ? ചവിട്ടാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തെ സെറ്റപ്പ്. ഇത് ഉണ്ടോ, ഇവിടെ ഒരു 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡില് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ. അപ്പം നിങ്ങള് 5 പേര് ഇതിനകത്ത് ബെഡ് ആൻഡ് ഡൈനിങ് ആണ്. ബെഡ് ആൻഡ് ഡൈനിങ് ആണ്. ഓക്കെ. നമുക്ക് ഡൈനിങ് ടേബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെ എടുത്ത് ഇവിടെ വെക്കുക. ഇത് ഡൈനിങ് ടേബിൾ ആണ്. അത് ശരി. ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊങ്ങും. പൊങ്ങി കഴിയുമ്പോൾ നമുക്ക് വട്ടയിരുന്ന് ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. ചീട്ട് കളിക്കാനോ വൈകിട്ട് ഗെയിംസ് ഒക്കെ കളിക്കാം. അങ്ങനത്തെ പരിപാടിയാണത്. രാത്രിയിൽ ഒന്ന് പൊക്കി കാണിച്ച്. അപ്പം അവിടെ ഡൈനിങ് ടേബിളായി, ചെറിയൊരു ടേബിൾ. അപ്പൊ ഇതിന്റെ ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കാറ്റൊന്നും കയറത്തൊന്നുമില്ല. കാറ്റൊന്നും കയറില്ല. നല്ല ഇതിനെല്ലാം സോക്കറ്റ് ഉണ്ട്. നമുക്ക് വാട്ടർ പമ്പിന്, ഫ്രിഡ്ജിന്, ലൈറ്റ്, പിന്നെ നമ്മുടെ ഫോണൊക്കെ 240 വോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ 240 വോൾട്ടിന്റെ ഇതുണ്ട്. മ്യൂസിക് സിസ്റ്റം. ശരി, അടിപൊളി. എന്നാ പൈസയാ അവിടെ ഷോവിന്? ഇത് 24,000 തൊട്ട് താഴത്തോട്ടുണ്ട്. അത് ശരി. ഓക്കെ. ഞാനത് ഒരു അപ്പച്ചിന്റെ അമ്മച്ചിയുടെ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. 16,000 ആയി അല്ലേ? അപ്പൊ ഇത് നല്ല കംഫർട്ട്. പിന്നെ ഇതിന്റെ അടിയിലൊക്കെ സ്റ്റോറേജ് കാണുമായിരിക്കും. ഇതിന്റെ അടിയിൽ സ്റ്റോറേജ് ഇവിടെ ഇല്ല. നമ്മുടെ ഇതിന്റെ ലെഗ്സ് വെക്കാനുള്ള സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. അത് ശരി. ഓക്കെ. സ്റ്റോറേജ് ഇതിന് ചുറ്റുമാണ്. ഓക്കെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് സോളാർ ചാർജിങ് ആണ്. സോളാർ എന്നാലും എവിടെയാ വെക്കുന്നത്? ഇതിന് മേളിലോ? അല്ല, സൈഡില്. വേറെ സെപ്പറേറ്റ് സോളാർ ഉണ്ട്. ശരി. ഓക്കെ. പിന്നെ നിങ്ങൾ സിലിണ്ടർ ഒക്കെ ആയിട്ടാണ് അല്ലേ? സിലിണ്ടർ, ജെറിക്കാൻ 2 ജെറിക്കാൻ വെക്കാം. നമ്മുടെ ഡീസലിനുള്ള. അത് ഇവിടെ 40 ലിറ്റർ ഡീസൽ നമ്മൾ ആയിട്ടാണ് അവിടുന്ന് പോകുന്നത്. കേസ് എന്തെങ്കിലും വന്നാൽ ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിക്കകത്ത്. അത് ശരി, അടിപൊളി. അപ്പൊ ഇനിയിപ്പോ നിങ്ങള് തിരിച്ച് പുറത്ത് പോവാണ്? ഞങ്ങൾ ഇനി തിരിച്ച് ട്യൂസ്ഡേ മോർണിംഗ് ഞങ്ങൾ യാത്ര തുടങ്ങും. സാറ്റർഡേ സൺഡേ ഞങ്ങള് പുറത്തിലേക്ക് എത്തുക അല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് ഇച്ചിരി ഹറി ആയിട്ടാണ് വന്നത്, ഫാമിലിയുടെ കൂടെ കൂടാൻ വേണ്ടി. അങ്ങോട്ട് ഞങ്ങൾ ഫുള്ള് സ്റ്റേ ചെയ്ത് കണ്ട് ഫുള്ള് കാണാൻ സെയിം റൂട്ടിൽ കൂടെ തന്നെ പോയി ഫുള്ള് കണ്ട് അങ്ങോട്ട് പോകും. സൺഡേ അവിടെ തിരിച്ചു. ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ. നമ്മുടെ ശോഭൻ മാണിയുടെ ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ശോഭൻ, താങ്ക് യു വെരി മച്ച്. ഇത്രയും കാര്യങ്ങൾ അല്ല, നമ്മള് ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മള് ഇതുപോലെയുള്ള ക്യാമ്പിങ്, ട്രാവലിങ് അല്ലെ, ഇതിന്റെ ഒരു പാരഡൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മള് ഇനിയും ഇതുപോലെ ട്രാവലിംഗ് ചെയ്യാനുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പരിപാടി. ഇതെന്ന് പറയുമ്പോഴത്തേക്കും വലിയ ബൾക്കല്ല, നമുക്ക് എവിടെ വേണേലും കൊണ്ട് ഇതിട്ടിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട്, വലിയ എക്സ്പെൻസീവ് അല്ല, നമ്മുടെ വണ്ടിയായിട്ട് നമുക്ക് കറങ്ങാനായിട്ട് പറ്റുക. അപ്പം അതാണ് ഇതിന്റെ ഒരു ഗുണം. അതുപോലെ തന്നെ എല്ലാ ഏത് റൂറൽ ഏരിയയിൽ പോയാലും നമുക്ക് കാരവാൻ പാർക്ക്, ഫ്രീ പാർക്കുകളുണ്ട്, പെയ്ഡ് പാർക്കുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവർ തരുന്നുണ്ട്. നമ്മളിത് നമ്മളിങ്ങനെ ഒരു സാധനമായിട്ട് പോയി യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് ടോയ്ലറ്റ് ഇല്ലല്ലോ. ടോയ്ലറ്റ് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അല്ല, കാരവാൻ പാർക്കിലാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോർട്ടബിൾ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അത് നമ്മൾ അതൊരു അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ ഇടയ്ക്ക് അത് എംറ്റി ചെയ്യാൻ പോകണം, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ശോഭൻ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.